ഭാഗവതം ആരംഭിക്കുകയാണ്. 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിന്. എത്ര സ്കന്ധങ്ങളാ? 12 സ്കന്ധങ്ങളാണ്. 335 അധ്യായങ്ങളാണ്. എത്ര അധ്യായങ്ങൾ? 335 അധ്യായങ്ങൾ. എത്ര ഗ്രന്ഥങ്ങളുണ്ട്? ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ എന്ന് കൂട്ടുക, ലേശം വ്യത്യാസം കിട്ടും. എന്നാലും ശ്ലോകങ്ങൾ എന്ന് കണക്കാക്കിയാൽ 18,000 ശ്ലോകങ്ങളാണ് പറയുക. എത്രയാ? 18,000 ഗ്രന്ഥങ്ങൾ. അങ്ങനെയുള്ള വലിയൊരു പുരാണമാണ് ഈ ഭാഗവതം. ഇത് കേവലം ഒരു പുസ്തകമല്ല, അങ്ങനെ കാണരുത്. പുസ്തകം എന്നങ്ങോട്ട് പറയുമ്പോൾ കുറഞ്ഞുപോയി. പക്ഷെ എങ്ങനെയാ പറയുക? നമ്മൾ രാവിലെ ചൊല്ലി ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഇത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ്, ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവം മാറി. പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുസ്തകം, ഭാഗവതം എന്ന് പറയുമ്പോഴോ അത് കൃഷ്ണൻ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നിലത്ത് വെക്കാൻ മടിക്കും, നമ്മൾ പട്ട് പൊതിഞ്ഞു കൊണ്ട് നടക്കും. ഇത് ഭഗവാൻ തന്നെയാണ്, ഭാവം മാറാൻ പറ്റും. അത് ടെക്സ്റ്റ് ബുക്ക്, ഒരു പുസ്തകം, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല, അത്ര കുറയ്ക്കേണ്ട. ഇത് പ്രത്യക്ഷ